CBSE പരീക്ഷാ ക്രമക്കേടുകളിൽ പ്രതിഷേധിച്ച് നമ്മുടെ രാജ്യത്ത് പുതിയൊരു രാഷ്ട്രീയ പാർട്ടി രൂപം കൊണ്ടു. കോക്രോച്ച് ജനതാ പാർട്ടി ഓൺലൈനിലാണ് തുടങ്ങിയത്. മടിയായിരുന്നു മുഖ്യ മാനദണ്ഡം. പക്ഷേ ഇന്ന് ആ പാർട്ടികൾ തെരുവിലാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയാണ് അവരുടെ ആവശ്യം. എങ്ങനെയാണ് മോദി ഭരണകൂടം അവരെ നേരിട്ടത്? ലാത്തി വീശി ജലപീരങ്കി ഉപയോഗിച്ച് അടിച്ചോടിക്കുകയാണ്. പക്ഷേ പാർട്ടികൾ വിറച്ചില്ല, പകരം വിറപ്പിച്ചു. നിന്നും ആ ചെറുപ്പക്കാരനെ ലാത്തി വെച്ച് തല്ലുകയാണ്. അനങ്ങിയില്ല അവൻ. നിങ്ങൾ എന്നെ ഇനിയും തല്ലു എന്ന് പറഞ്ഞ് നിന്നിടത്ത് നിന്നു. അവസാനം ആ ലാത്തി താഴ്ന്നു. അങ്ങനെ ഒന്നല്ല, ഒട്ടനവധി തവണ ഇന്ന് ഡൽഹി പോലീസിന്റെ ലാത്തി താഴ്ന്നു. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പാത്രം കൊട്ടാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? അന്ന് മോദി പറഞ്ഞത് ചെയ്തൊരു പെൺകുട്ടി ഇന്ന് ഡൽഹി പോലീസിന്റെ കസ്റ്റഡിയിലാണ്. हम आपके साथ थे, हमने एक आधे घंटे बचाया कि कोरोना भागेगा। आप देश को देखो, कहाँ छुपे हो मोदी? आप देश के साथ देखो। आपको मेल पुलिस ने डिटेन किया, मेल पुलिस ने डिटेन किया। यहाँ पकड़ा है, पूरा मेरे कॉलर पकड़ा है और मेरी बहन को घसीट कर डाला गया है। मोदी सरकार ഈ ലാത്തി വീശിയതിന്റെ കൈയകലത്ത് ഇന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു. തിരിഞ്ഞു നോക്കിയില്ല. ജനാധിപത്യമല്ലേ? അവരെ ഒന്ന് കേട്ടാൽ എന്ത് സംഭവിക്കാനാണ്? അവർ വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്ത സർക്കാരിനോട്, അവർ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളോട് ചോദ്യം ചോദിക്കാനുള്ള അവകാശം ഞങ്ങൾക്കില്ലേ എന്നാണ് കരഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി ചോദിക്കുന്നത്. അവഗണിച്ചാൽ തീരുമെന്ന് കരുതരുത്. യുവതയുടെ ശബ്ദം കേൾക്കണം. നിങ്ങൾ മടിയന്മാരെന്നും മലസന്മാരെന്നും അരാഷ്ട്രീയവാദികളെന്നും വിധി എഴുതിയവരെത്തിയത് കണ്ടില്ലേ ഇന്ന്? ഇന്ന് പാർലമെന്റിൽ വർഷകാല സമ്മേളനം തുടങ്ങിയ ദിവസമാണ്. ഈ ലാത്തി ചാർജിനെ കുറിച്ച് സംസാരിക്കാൻ പ്രതിപക്ഷം ശ്രമിച്ചു കേട്ടോ. ജന്തർ മന്ദറിലെ അക്രമത്തെക്കുറിച്ച് മല്ലികാർജുൻ ഖാർഗെ സംസാരിക്കാൻ തുടങ്ങി. എന്തു ചെയ്തു നമ്മുടെ രാജ്യസഭാ ചെയർമാൻ CP രാധാകൃഷ്ണൻ? സഭ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു. स्टूडेंट का मामला है, ये स्टूडेंट का मामला है जो लाखों बच्चों की जो भविष्य है, उनके भविष्य के बारे में मैं बात कर रहा हूं। और उसके लिए आज यहाँ जंतर मंतर पे हजारों बच्चे वहां पर आए हैं, वहां लाठी चार्ज हो गया है। गवर्नमेंट मारने की कोशिश कर रही है, गवर्नमेंट दबाने की कोशिश कर रही है, गवर्नमेंट निकालने की कोशिश ഇന്ന് തെരുവിൽ തല്ലുകൊണ്ട കുട്ടികളുടെ പാർലമെന്റ് ആണ് ഇതെന്ന് പ്രിയങ്ക ഗാന്ധി ഓർമ്മിപ്പിക്കുന്നു. छात्रों पे जिस तरीके से It's ridiculous. हमारे ही बच्चे हैं, देश का भविष्य है, ये संसद उन्हीं का है। इसके बारे में बात कर रहे हैं, हम सब कह रहे हैं डिस्कस करो। एजुकेशन को आप टीयर गैस कर रहे हो और उनकी पिटाई कर रहे हो, किस लिए? बच्चे हमारे। थैंक यू मैम।
എത്ര സമാധാനമായി, എത്ര ശാന്തമായാണ് അവർ അവിടെ പ്രതിഷേധിച്ചത്, സമരമിരുന്നത്. ശബ്ദമില്ലാത്തവരും വിദ്യാർത്ഥികളുടെ ശബ്ദമായി മാറി. अंधेरों से लड़कर हम उजाले लाने वाले यही जो थके बैठ गए वो मंजिल पाए कैसे पसीने की बूंदों से हम सपने सींचने वाले यही. ഡൽഹി പോലീസ് പറയുന്നത് അവർ ആരെയും ആക്രമിച്ചിട്ടില്ല എന്നാണ്. ദൃശ്യങ്ങൾ പറയുന്നത് പക്ഷേ മറ്റൊരു കഥയാണ്. അധികം പറയുന്നില്ല. എന്തിനാണ് ഈ പ്രതിഷേധം? എന്റെയും നിങ്ങളുടെയും മക്കൾക്ക് വേണ്ടി, അത്രമാത്രം.